ഒരു 5-6 ബോട്ടിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം ഇന്ന് എല്ലാ ദിവസവും മലയാളികൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്നെ എല്ലാ ദിവസവും എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. മലയാളികൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അത്രയും എന്റെ വാക്കുകൾക്കാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും സംസാരിക്കുന്നത്. ആദ്യമായി ലോകരക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് ലോക മലയാളികൾക്കും എൻ്റെ നാട്ടുകാർക്കും വിദേശത്തുള്ള മലയാളികൾക്കും സുഹൃത്തുക്കൾക്കും സഹായിച്ച എല്ലാ വ്യക്തികൾക്കും പ്രാർത്ഥിച്ചവർക്കും മാധ്യമങ്ങൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കും നിയമസഹായ കമ്മിറ്റി അംഗങ്ങൾക്കും കോച്ച് അഷ്റഫ് സിദ്ദീഖ് പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട്, അവരോട് പേരെടുത്ത് പറയുന്നില്ല. റിയാദ് എംബസിയിലെ മലയാളിയായ സിദ്ദീഖും യൂസുഫ് അദ്ദേഹത്തിന്റെ മകൻ സവാദും പിന്നെ റിയാദിലെ നിയമസഹായ കമ്മിറ്റികളും നാട്ടിലെ നിയമസഹായ കമ്മിറ്റികളും എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാ ലോക മലയാളികൾക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. ഈദ് മുബാറക്കിൽ ആശംസിക്കുന്നു. നമസ്കാരം. മോചനം നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആ കാത്തിരിപ്പിൽ നിന്ന് നമ്മുടെ നാട്ടുകാരും എല്ലാം റഹീമിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അതിന്റെ ഒരു സന്തോഷ നിമിഷമാണ്. പെരുന്നാൾ ദിവസം തന്നെ അദ്ദേഹത്തിന് നാടിന് മറ്റൊരു പെരുന്നാൾ കൂടി ആയിരുന്നു. ഇതിനുവേണ്ടി സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദി പറയുകയാണ്. ഏറ്റവും നമുക്ക് പറയാനുള്ളത് മാധ്യമ പ്രവർത്തകരോടാണ്. ഇത് ഏറ്റവും വലിയ ഞങ്ങളോട് നമ്മുടെ പ്രയത്നം സബലീകരിക്കുന്നതിന് വേണ്ടി കഠിനമായി പ്രയത്നിച്ചത് മാധ്യമ പ്രവർത്തകർ തന്നെയാണ്. അവരോട് അഗാധമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ പരമാവധി സഹായിച്ച കോച്ച് അടക്കമുള്ള ആളുകളോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. 2 ദിവസത്തിന് ശേഷം ഇതിന് ബാക്കി കാര്യങ്ങളും കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരണം ഉണ്ടായിരിക്കുന്നതാണ്. വണ്ടിയിൽ മിസ്സായിന്നറിയാം. അബ്ദുൾ റഹീം ഇപ്പോൾ വീട്ടിലാണ് ഉള്ളത്. അവിടെ അദ്ദേഹം അല്പസമയത്തിനകം സംസാരിക്കും. നാട്ടുകാർ വലിയ സന്തോഷത്തിലാണ്. കുടുംബത്തിൽ വലിയ സന്തോഷമുണ്ട് ഈ പെരുന്നാൾ ദിനത്തിൽ. അത് നമ്മൾ കണ്ടതാണ്. അതിവൈകാരിക രംഗങ്ങളാണ് നേരത്തെ ഉണ്ടായത്. അബ്ദുൾ റഹീം ആ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ വർഷങ്ങളായുള്ള കാത്തിരിപ്പായിരുന്നു അബ്ദുൾ റഹീമിൻ്റെ കുടുംബത്തിന്, പ്രത്യേകിച്ച് ഉമ്മയ്ക്ക്. എത്രയോ നാളുകൾ ആ ഉമ്മയുടെ സങ്കടം നമ്മൾ കണ്ടതാണ്. അതിനൊടുവിലാണ് അബ്ദുൾ റഹീമിൻ്റെ മോചനം. 20 വർഷത്തിന് ശേഷം അബ്ദുൾ റഹീം സൗദി ജയിലിൽ കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.